മന്ത്രിമാരായ ആർ ബിന്ദുവിന്റെയും വി ശിവൻകുട്ടിയുടെയും പരാജയം തലതിരിഞ്ഞ വിദ്യാഭ്യാസ നയങ്ങൾക്കേറ്റ തിരിച്ചടിയെന്ന് എബിവിപി ഉന്നത പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർക്ക് തിരഞ്ഞെടുപ്പ് ഗോദയിൽ കാലിടറിയതിന് കാരണം വിദ്യാർത്ഥി വിരുദ്ധതയെന്നും എബിവിപി സംസ്ഥാന സെക്രട്ടറി യദു കൃഷ്ണൻ. ഉന്നത പൊതുവിദ്യാഭ്യാസ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാരായ വി ശിവൻകുട്ടിയുടെയും ആർ ബിന്ദുവിന്റെയും പരാജയം തലതിരിഞ്ഞ വിദ്യാഭ്യാസ നയങ്ങൾക്കേറ്റ തിരിച്ചടിയാണെന്നാണ് എബിവിപിയുടെ വിലയിരുത്തൽ. കേവലം 2 വ്യക്തികൾക്കേറ്റ തോൽവി മാത്രമല്ല, വർഷങ്ങളായി നടപ്പിലാക്കിയ തെറ്റായ നയങ്ങൾക്കും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കും ലഭിച്ച ശക്തമായ മറുപടിയാണെന്നും എബിവിപി സംസ്ഥാന സെക്രട്ടറി യദു കൃഷ്ണൻ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത ആർ ബിന്ദുവും കനത്ത തോൽവിയാണ് നേരിട്ടത്. ഇത് അവരുടെ തെറ്റായ തലതിരിഞ്ഞ നയങ്ങൾക്കേറ്റിട്ടുള്ള തിരിച്ചടിയാണ്. നമുക്കറിയാം, വി ശിവൻകുട്ടി എങ്ങനെയാണ് കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നത് പോലെയുള്ള PM ശ്രീ പദ്ധതിയെ നേരിട്ടതെന്ന്. എബിവിപിയുടെ ശക്തമായിട്ടുള്ള സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയിൽ ആദ്യം ഒപ്പുവെക്കാൻ തയ്യാറായെങ്കിലും രാഷ്ട്രീയ കളിയുടെ അടിസ്ഥാനത്തിൽ ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുകയും മുഖം തിരിക്കുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. സ്വജനപക്ഷപാതത്തിൻ്റെയും അഴിമതിയുടെയും കൂത്തരങ്ങാക്കി കേരളത്തിൻ്റെ സർവകലാശാലകളെ മാറ്റിയതിൻ്റെയും കൂടി ഫലമാണ് ഇന്നത്തെ ജനവിധി സൂചിപ്പിക്കുന്നത്. വി ശിവൻകുട്ടിയെ നേമത്ത് BJP തറപറ്റിച്ചപ്പോൾ ഇരിങ്ങാലക്കുടയിൽ 10,212 വോട്ടുകൾക്ക് ആർ ബിന്ദു പരാജയം ഏറ്റുവാങ്ങി. ജനം, കൊച്ചി.